ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഉഷയുടെ എയർ ഫ്രയർ എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ള വീഡിയോയുമായിട്ടാണ്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഇത് നമ്മൾ അടൂർ മൈജിയിൽ നിന്ന് വാങ്ങിയ എയർ ഫ്രയറാണ്. ഇതെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പവും കാര്യങ്ങളും ഉള്ള ഒരു എയർ ഫ്രയറാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതുപോലൊരു മെറ്റീരിയൽ കിട്ടും. ഇത് ഫിഷൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് പ്ലസും മൈനസും ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. ആ ഒരു പ്ലസും മൈനസും കൊടുത്തേക്കുന്നത് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇതിൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ കേക്ക് ഉണ്ട്, ഫ്രൈസ് ഉണ്ട്, ഫ്രോസൺ ഫുഡ് ഉണ്ട്, റീഹീറ്റ് ഉണ്ട്, ഫിഷ് ഉണ്ട്, പിസ്സ ഉണ്ട്, ചിക്കൻ ഉണ്ട്, ഗ്രില്ലുണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. പിന്നെ ഇതിൽ റെഡ് കളറിൽ കാണുന്നതാണ് പവർ ഓണും ഓഫും ചെയ്യുന്ന ബട്ടൺ. പിന്നെ ഫുഡ് റെഡി ആയെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇത് ലാസ്റ്റ് 0 ആകുമ്പോൾ നമുക്കൊരു അലാറം കേൾക്കും. ഇതിൽ നമ്മൾ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റിൽ തന്നെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ്. ഈ ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ ഷോർട്ടായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ വീഡിയോയുടെ ആദ്യം നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെറ്റീരിയൽ തരുമെന്ന്. ഇപ്പം നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ പോകുന്നതാണ് കാണിക്കുന്നത്. ഫസ്റ്റിൽ തന്നെ ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഓയിൽ തേക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇതിൻ്റെ വീഡിയോയും നമ്മൾ ഷോർട്ടായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇതിൻ്റെ ലാസ്റ്റ് ഒരു അലാറം കേൾക്കുമെന്ന്. അതാണ് നമ്മൾ ഇനി കേൾപ്പിക്കാൻ പോകുന്നത്. ഈ ഒരു അലാറം കേൾക്കുമ്പോഴാണ് നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇത്രയേ ഉള്ളൂ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതിൻ്റെ തന്നെ ബാക്കിയുള്ള വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.